ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. റിനുവിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സുനിഷയ്ക്ക് അവരവിടെ കോടതിയിൽ എത്തിയോ എന്നത് കാണാൻ കഴിയുന്നുണ്ടോ? സുജിയ, അവരെത്തുന്നതേ ഉള്ളൂ എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ എത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ ഈ 11 മണിക്കാണ് വിധി പ്രസ്താവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ അവർ ഈ കോടതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഏതായാലും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 11 മണിയോടുകൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നതാണ്. ഇനി മറ്റു വാദം കേൾക്കലോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് കൃത്യമായി എന്താണ് വിധി എന്നറിയാൻ വെറും മിനിറ്റുകൾ മാത്രമേ കാത്തു നിൽക്കേണ്ടതുള്ളൂ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ പ്രതിഭാഗം പറഞ്ഞ ചില കാര്യങ്ങൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ ഏത് കാര്യങ്ങളിലാണ് ഇനി ഇളവ് വരുത്തേണ്ടത്, ഇളവ് വരുത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാൻ മിനിറ്റുകൾ മാത്രമാണുള്ളത്. പലപ്പോഴും ഈ പറയുന്നത് പോലെ ഗൂഢാലോചന ശ്രമമുണ്ട്, കൊലപാതകമുണ്ട്, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കലുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലും ഗ്രീഷ്മയ്ക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷാവിധികൾ നൽകുമെന്നത് തന്നെയാണ് ജീവപര്യന്തം എന്ന രീതിയിൽ നിയമവിദഗ്ധർ പറയുമ്പോഴും ഏത് ശിക്ഷ വിധിക്കുമെന്നത് തന്നെയാണ് അറിയേണ്ടത്. അതിന് അല്പസമയത്തിനകം തന്നെ കാത്തുനിന്നാൽ മതി എന്നുള്ളത് തന്നെയാണ്. ഏകദേശം ഒക്ടോബർ 14 2022 ഒക്ടോബർ 14 നടന്നൊരു സംഭവമാണ്. അന്ന് സുഹൃത്തായ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ ഈ കീടനാശിനി, തുരിശുപോലുള്ള കീടനാശിനി നൽകിയാണ് ഈ ഗ്രീഷ്മ ഷാരോണിന് നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പോലും ഒരുപക്ഷെ 11 ദിവസത്തോളമാണ് ഷാരോൺ ഈ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത് എന്നതാണ്. ഒക്ടോബർ 25 തീയതിയാണ് ഷാരോൺ മരിക്കുന്നത്. ആ സമയം വരെയും ഷാരോൺ ഈ കഷായം ലഭിച്ച വിവരം പോലും പറഞ്ഞിരുന്നില്ല, കഷായം കുടിച്ച കാര്യം പോലും പറഞ്ഞിരുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് പോലെ അന്നും ഷാരോൺ ഈ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ വിവരങ്ങളൊന്നും പറയാതിരുന്നത്. ആ പ്രണയത്തിൽ കൃത്യമായി അന്ധമായി വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ കൂടിയാണ് ഗ്രീഷ്മ തകർത്തത് എന്നതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. കാരണം പല കുറി എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഈ വിഷയം ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതോ കഷായം കഴിച്ചതോ ആയ വിവരങ്ങൾ ഷാരോൺ പറയുന്നത് പോലും ഏറ്റവും അവസാനമായ നിമിഷത്തിലാണ്. അന്ന് അച്ഛനോടും ഈ സുഹൃത്തിനോടും പറയുന്ന കാര്യമാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും തനിക്ക് കഷായം ലഭിച്ചിരുന്നു എന്നതാണ്. പിന്നാലെ തന്നെയാണ് അന്വേഷണം ഗ്രീഷ്മയിലേക്ക് എത്തുന്നതും ഒപ്പം തന്നെ ഈ കഷായത്തിൽ ഈ കീടനാശിനി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത്രയധികം ആസൂത്രിതമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്ന വിവരം പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഗ്രീഷ്മയും ഷാരോണും ഈ ആശുപത്രി കിടക്കയിൽ നിൽക്കുമ്പോൾ തന്നെ ഷാരോണുമായി ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ചാറ്റുകളടക്കം പുറത്തേക്ക് വന്നിരുന്നു. അപ്പോഴും പറയുന്ന ചില കാര്യങ്ങൾ, അതടക്കം ഈ പറയുന്നത് പോലെ താൻ ചെയ്തത് അങ്ങനെയാണ്, കരുതിയിരുന്നില്ല, ഇത്തരത്തിൽ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടൊക്കെ തന്നെയും ഗ്രീഷ്മ അയച്ച മെസ്സേജുകളടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ആസൂത്രിതമായി കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ശിക്ഷ നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഉയർത്തുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ എന്ത് ശിക്ഷ എന്നറിയേണ്ടതുണ്ട്. 11 മണിയോടുകൂടി തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇരട്ട ജീവപര്യന്തരത്തിലുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജീവപര്യന്തമാണോ ഇരട്ട ജീവപര്യന്തമാണോ എന്നതടക്കം തന്നെ അറിയേണ്ടതുണ്ട്. ഇനി അതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ വിധിക്കുമോ എന്നതും അറിയേണ്ടതുണ്ട്. പെൺകുട്ടി പ്രധാനമായും ഗ്രീഷ്മ ഇന്നലെ എഴുതി നൽകിയത് തനിക്ക് പഠിക്കണമെന്നുള്ള ആവശ്യമാണ്. ഒപ്പം തന്നെ ബിരുദാനന്തര ബിരുദത്തിൻ്റെ MA ഇംഗ്ലീഷിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ പെൺകുട്ടി തൻ്റെ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം ഇന്നലെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തനിക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടിൽ ഏക മകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് തിരികെ എത്താം. സുനിഷ അയലൂരും റഹീസ് റഷീദും റിനു ശ്രീധറുമാണ് ഷാരോൺ കൊലക്കേസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിധി പ്രസ്താവം കേൾക്കുന്നതിനായി ഒന്നാം പ്രതി ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.